ഒരു മഴ മതി ഏത് വമ്പൻ രാജ്യങ്ങളെയും ഇല്ലാതാക്കാൻ. എത്രയൊക്കെ ടെക്നോളജി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ അതിനെ അതിജീവിക്കുക നിസ്സാരമുള്ള കാര്യമൊന്നുമല്ല. ഗൾഫ് ജീവിതം ഒരു നിമിഷം കൊണ്ട് സ്തംഭിച്ചു പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അതിശക്തമായ മഴകളെ താങ്ങാൻ ഗൾഫ് മരുഭൂമികൾക്ക് കഴിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. യുഎഇയിൽ മഴക്കെടുതി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരള ജനതയെ തന്നെയാണ്. യുഎഇയിൽ പല നഗരങ്ങളിലുള്ള അവസ്ഥ കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ വാഹനങ്ങൾ, അത് വിലപിടിപ്പുള്ള ആഡംബര കാറുകളും അല്ലാത്തതും എല്ലാം നശിച്ചില്ലേ. ഇനി അതെല്ലാം ഉപയോഗശൂന്യമാകും വിധമായി പോയി. പല റോഡുകളും വെള്ളത്തിലായി. വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് യുഎഇ അഭിമുഖീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2018 കേരളത്തിൽ മഴക്കെടുതി ഉണ്ടായപ്പോൾ അത് എത്രത്തോളം നമ്മുടെ നാടിനെ ബാധിച്ചു എന്നുള്ളത്. എത്രയോ ജീവനുകൾ ഇല്ലാതായി, എത്രയോ കുടുംബങ്ങൾക്ക് അവരുടെ കിടപ്പാടം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ അതിൽ നിന്നും അതിജീവിച്ചു വന്നവരൊക്കെയാണ്. ഇവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നഗരജീവിതം പകുതിയും ഫ്ലാറ്റ് സമുച്ചയം ആയതുകൊണ്ട് തന്നെ താഴ്ത്ത നിലകളിൽ മാത്രമേ ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളൂ. എന്നാലും ഒരുപാട് ഹോട്ടലുകളും മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും എല്ലാം വെള്ളം കയറി അവിടെയുള്ള പല സാധനങ്ങളും നശിച്ചു. ബില്യൺസ് കണക്കിന് നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം മലയാളികളായ തൊഴിലാളികളെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇനി എല്ലാം പഴയതുപോലെ ആയി വരാൻ സമയമെടുക്കും. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, അവിടുത്തെ ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്, അല്ലെ? അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി അവിടുത്തെ ഗവൺമെന്റ്. മാത്രമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബന്ധം തന്നെയുണ്ട് യുഎഇയുമായിട്ടുള്ളത്. കേരളം ഇത്ര വളരാൻ കാരണം തന്നെ ഗൾഫ് പണത്തിന്റെ ഒഴുക്ക് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണക്കാരുള്ളത് ഒരുപക്ഷെ ഗൾഫ് മലയാളികളാണ്. യുഎഇയിലെ രാജകുടുംബങ്ങളിലെ ഒരുപാട് ജീവനക്കാർ മലയാളികളാണ്. ഗൾഫ് രാജ്യങ്ങൾ തകർന്നാൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കോട്ടം തട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ്. ലോകത്തിലെ ഏറ്റവും അധികം സർവീസ് നടത്തുന്ന ഒരു ഹബ്ബാണ് ഈ എമിറേറ്റ്സ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിമാന സർവീസ്. ഒരു മഴയിൽ എമിറേറ്റ്സ് മുങ്ങിയത് നമ്മൾ കണ്ടതാണ്. യാത്രകൾ സ്തംഭിച്ചത് ദിവസങ്ങളോളമാണ് അവിടെ. ഇപ്പോഴും അവിടെ പൂർണ്ണമായിട്ട് സർവീസ് ആരംഭിച്ചിട്ടൊന്നുമില്ല. എമിറേറ്റ്സ് ലോകത്തിലെ ഏതു ഭാഗങ്ങളിലേക്കും പോകുന്നവർക്കുള്ള കണക്റ്റിംഗ് തന്നെയാണ്, അല്ലെ? അത് നിശ്ചലമായ പല രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ ദുരിതത്തിലാവും, അല്ലെ? ഇനി മറ്റൊരു കാര്യം, മഴക്കെടുതിക്ക് ശേഷമുള്ള യുഎഇയുടെ അവസ്ഥയാണ്. മാരക ജലജന്യ രോഗങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ. ആളുകൾ അതിനാൽ തന്നെ വളരെ പാനിക്കാണ്. 75 വർഷത്തിന് ശേഷമാണ് ഇതുപോലുള്ള ഒരു മഴ യുഎഇയിൽ അനുഭവപ്പെടുന്നത്. യുഎഇ പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ ഒരു പ്രകൃതിക്ഷോഭം മതി ഇല്ലാതാകാൻ. ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ഇതുപോലുള്ള ദുരന്തങ്ങളെ താങ്ങാനുള്ള ശേഷി ഗൾഫ് രാജ്യങ്ങൾക്കില്ല. കേരള ജനതയുടെ ഒരു പ്രതീക്ഷയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഒരുപാട് തൊഴിൽ അവസരങ്ങൾ നൽകുന്ന ഒരു രാജ്യം ഒരു മഴക്കെടുതിയിൽ ഇല്ലാതായാൽ അവിടെ ഇല്ലാതാകുന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്.